രാത്രി 9 മണി. ജ്വല്ലറിൽ നിന്നും ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നല്ല തിരക്കായിരുന്നു. പോകുന്ന വഴി പാലം പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴി വേണം ചുറ്റിപ്പോകാൻ. നേരം ഇരുട്ടിയാൽ ആ വഴി കാട്ടുപന്നിയും മാനുമൊക്കെ റോഡിലിറങ്ങും. പലരും അവയെ വണ്ടി കൊണ്ട് തട്ടി അപകടം അവിടെ പതിവാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബൈക്കെടുത്ത് ഷോപ്പിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. ഭയങ്കര കാറ്റായിരുന്നു. ഡിസംബർ മാസത്തിൽ നല്ല കാറ്റും അതുപോലെ തന്നെ മഞ്ഞും ഉള്ളതാണല്ലോ. ഞാൻ തണുത്ത് വിറച്ച് നേരെ പോവുകയാണ്. ഒടുക്കം പാലം പണി നടക്കുന്ന ഭാഗത്തെത്തി. ഇനി ഇവിടെ നിന്നും റൈറ്റ് തിരിഞ്ഞ് ഒരു റോഡുണ്ട്. അതിലൂടെ 1 കിലോമീറ്റർ നീങ്ങിയാൽ മറ്റൊരു റോഡിൽ കയറും. അതിലൂടെ വേണം പിന്നെ യാത്ര. വനമേഖല വഴിയാണ്. അങ്ങനെ ഞാൻ അതുവഴി വണ്ടി തിരിച്ചു. സമയം 9:30 ആവാറായി. ഒറ്റ മനുഷ്യൻ പോലും ആ വഴിയിലില്ല. ഞാൻ ആ റോഡിലെത്തി നേരെ പോവുകയാണ്. അവിടെ ഒരു എസ് വളവുണ്ട്. ഏകദേശം അവിടെ എത്താറായതും വണ്ടിയുടെ റിമ്മിനുള്ളിൽ എന്തോ കുടുങ്ങിയതുപോലെ വണ്ടി വെട്ടി വെട്ടി ഓടുന്നു. ഞാൻ വേഗം വണ്ടി സൈഡാക്കി ഇറങ്ങി നോക്കി. എൻ്റേത് സ്പ്ലെൻഡർ ബൈക്കാണ്. റിമ്മിൻ്റെ കമ്പിയൊക്കെ പൊട്ടുന്ന രീതിയിലാണ് വണ്ടിയിൽ നിന്നും ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ എൻ്റെ നോക്കിയ ഫോണിൻ്റെ ടോർച്ച് അടിച്ചു ബാക്ക് വീൽ നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ടയറും റിമ്മുമെല്ലാം ഓക്കെയാണ്. പിന്നെ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് തോന്നി. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി മുന്നോട്ട് നോക്കി. അതെ, കാഞ്ഞിരവളവ്. ഇവിടെയെന്തോ ദുഷ്ടശക്തി ഉണ്ടെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. പലർക്കും ഇവിടെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും എനിക്കറിയാം. ഞാൻ ഉടൻ തന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങി. ഏകദേശം ആ വളവിൽ ഞാൻ കൃത്യമായി എത്തിയതും പെട്ടെന്ന് എൻ്റെ മുന്നിലൂടെ ഒരു പന്നിയെപ്പോലെ എന്തോ ഒന്ന് ഒറ്റയോട്ടം. എൻ്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് ആ കാഞ്ഞിരമരത്തിൻ്റെ അടുത്തുള്ള കല്ലിലേക്ക് ഇടിച്ചു കയറി. അവിടെ ഞാൻ വീഴുകയും എൻ്റെ തല സൈഡിലുള്ള ഒരു കല്ലിൽ തട്ടി. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തല പൊട്ടിയില്ല. എന്നാൽ വലതുകാല് ശരിക്കും മുറിഞ്ഞു. മുട്ടിന് താഴെയായി. ഞാൻ അവിടെ ഇരുന്നു. ബാഗിൽ വെള്ളമുണ്ടായിരുന്നു. ഞാൻ അല്പം വെള്ളം കുടിച്ചു. ശേഷം മുറിവ് കഴുകി. സമയം 9:45 ആയിരിക്കുന്നു. ഞാൻ പയ്യെ എണീറ്റ് ബൈക്ക് ഉയർത്തി. അന്നേരം ഒരു ചീഞ്ഞ മാംസം നാറുന്ന കൂട്ട് ഗന്ധം വരാൻ തുടങ്ങി. ഇവിടെ ആൾസഞ്ചാരം കുറവായതിനാൽ വല്ല വേസ്റ്റും ആരെങ്കിലും തട്ടിയിട്ടുണ്ടാവും. അതാവും ഈ ദുർഗന്ധത്തിന് കാരണമെന്ന് ഞാൻ കരുതി. ബൈക്ക് ഉയർത്തിക്കൊണ്ടിരിക്കെ കത്തിക്കിടക്കുന്ന ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു മിന്നായം പോലെ ഒരു രൂപത്തെ ഞാൻ കണ്ടു. എൻ്റെ നേരെ ഒരു 10 മീറ്റർ ദൂരത്തു കൂടെ അത് നീങ്ങിയത് ഞാൻ ശരിക്കും കണ്ടു. ബൈക്ക് ഞാൻ അവിടെയിട്ട് പുറകോട്ട് ആരോ തള്ളിക്കിട്ടതുപോലെ ഞാൻ തെറിച്ചു വീണു. താഴെ വീണ ബൈക്കിൻ്റെ ലൈറ്റ് ഓഫായി. ശരിക്കും ഞാൻ അന്നേരം പേടിച്ച് വിറച്ചു പോയി. നല്ല നിലവുണ്ടായിരുന്നു. ഞാൻ ചുറ്റിലും നോക്കി. എങ്ങും നിശബ്ദത. അപ്പോൾ ദൂരെ നിന്ന് ഒരു കൂട്ടം തേനീച്ചകൾ പറന്നു വരുന്ന ശബ്ദം. ശരിക്കും എനിക്കത് കേൾക്കാം. എന്നാൽ ഒന്നും തന്നെ കാണാനില്ല. ശബ്ദം കൂടിക്കൂടി വരുന്നു. അതും അടുത്തു വരുന്നു. ആ ശബ്ദം നേരെ എൻ്റെ മുന്നിലുള്ള ആ വലിയ കാഞ്ഞിരമരത്തിൽ വന്ന് കയറിയതുപോലെ ആ ശബ്ദം നിലച്ചു. പെട്ടെന്ന് ആ മരത്തിൻ്റെ ചൂട്ടിൽ ഒരു സ്ത്രീയെപ്പോലെ തോന്നിക്കുന്ന ഒരു രൂപം. ഇരുട്ടിൽ തിളങ്ങുന്ന ആ 2 കണ്ണുകൾ ഞാൻ കണ്ടതും ഞാൻ അവിടെ നിന്ന് എണീറ്റ് ആ റോഡിലൂടെ ഓടി. പലതവണ റോഡിൽ വീണു. എൻ്റെ പുറകിൽ ആരോ ഓടി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. നേരെ ഓടുമ്പോൾ മുന്നിൽ ഒരു വാഹനം വരുന്നുണ്ട്. ഞാൻ ആ റോഡിൽ കുത്തിയിരുന്നു. എനിക്ക് എൻ്റെ കണ്ണെല്ലാം മൂടുന്നത് പോലെ തോന്നി. ആ വാഹനം എൻ്റെ മുന്നിൽ നിർത്തി. അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു. നാഷണൽ പെർമിറ്റ് ലോറിയായിരുന്നു അത്. എൻ്റെ നാട്ടിലുള്ള ലിസി എന്ന ചേച്ചിയുടെ ഭർത്താവ് ജോസഫ് ചേട്ടനായിരുന്നു അത്. പുള്ളിയെ എനിക്ക് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ എന്നോട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ നടന്ന കാര്യം വിറച്ചുകൊണ്ട് ആളോട് പറഞ്ഞു. പുള്ളി എന്നെയും കൂട്ടി ആ വളവിലേക്ക് പോയി. ശേഷം എൻ്റെ ബൈക്ക് അവിടെ നിന്നും എടുത്തു. ലോറി നിർത്തിയിട്ട ഭാഗത്തെ ഒരു മരത്തിന് ചുവട്ടിൽ വെച്ചു. നമുക്ക് നാളെ വന്ന് ബൈക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ലോറിയിൽ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. എൻ്റെ വീട്ടിൽ വന്ന് പുള്ളിയും നടന്ന കാര്യം പറഞ്ഞു. ശേഷം
ഞാൻ ആ പാലം പണി കഴിയും വരെ ബൈക്കിൽ ജോലിക്ക് പോയില്ല, ബസ്സിലാണ് പോകാറുള്ളത്. ലാസ്റ്റ് ബസ് ടൈം നോക്കി ഞാൻ ഷോപ്പിൽ നിന്നും ഇറങ്ങും. 2003 അജയൻ എന്ന ഒരു സുഹൃത്തിന് നടന്ന ഒരു അനുഭവ കഥയാണിത്. നിങ്ങൾക്ക് ഈ ചെറിയ അനുഭവകഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അനുഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.